ഗായ്സ്, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ്. ഇനി ഞങ്ങളുടെ ഇവിടെ ഉള്ള എല്ലാ ഗാർഡനും ഞങ്ങളുടെ ഫ്ലവേഴ്സും എല്ലാം കാണിച്ചു തരുമ്പോൾ ഇപ്പോൾ ഇവിടെ കുറേ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ പോയി. അപ്പം പൂ ഒത്തിരി കാണുമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ നോക്കാം, നമുക്ക് കാണാൻ പോകാം. ഗായ്സ്, ഞാൻ അതിന് മുമ്പേ സാധനം കാണിക്കാം. ഞാൻ ഈ പറിച്ചു നിൽക്കുന്നത് എന്തുവാന്നറിയോ? ഇത്രയും വലിയ സാധനം എന്തുവാന്നറിയോ? ക്യാമറ കാണാൻ പറ്റില്ല. ഇതാണ് ഞങ്ങൾ ചെടികളുടെ മുള്ള്. ഈ ചെടിയിലൊക്കെ മുള്ള്. ഞങ്ങളെ ഏറ്റവും കൂടുതലുള്ള കടലാസ് റോസകളൊക്കെയാണ്. അപ്പം അത്രയും മുള്ളുകളുണ്ട്. ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്ന ചെടിയാണ്. ഇതൊരു ചെടിയാണ്. ഇതൊരു കടലാസ് റോസയുടെ ഇനമാണ്. ആദ്യം കാണിച്ച പോലെ മുള്ളുകളുള്ള ചെടികളാണ് ഇത്. ഇതിപ്പോൾ ഒരു പിങ്ക് കളർ പൂ പോലത്തെയാണ്. ഇതൊരു ലൈറ്റ് പിങ്കാണ്. ഇതും കടലാസ് റോസ. ഇതൊരു സ്പെഷ്യൽ ഇലയാണ്. ഇതിൻ്റെ ഇല കണ്ടോ, തറയിൽ കിടന്നതാണ്. ഒരു ഗ്രീൻ വന്നിട്ട് ഒരു വൈറ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കടലാസ് റോസയുടെ ഇനം തന്നെയാണ്. പിന്നെ നമുക്ക് റോസകളുടെ സെക്ഷനിലോട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ റോസ. ഇപ്പോൾ ഞങ്ങൾക്ക് റോസ കുറവാണ്, എന്നാലും പറയാം. ഇത് എല്ലാം കടലാസ് റോസകളുടെ ഇനമാണ് കൂടുതൽ. ഇതൊരു സ്പെഷ്യൽ ഒരു ചെടിയാണ്. ഇതിന് വലിയ മുള്ളൊന്നുമില്ല. ഇതിൻ്റെ പൂ കണ്ടോ, ഇതേപോലത്തെ ഒരുപാട് പൂക്കളുണ്ടാകും. ഡിസംബർ ടൈമിലായിരിക്കും മെയിനായിട്ട് ഇത് പൂക്കാൻ പോകുന്നത്. ഇത് ഒരു നല്ല അട്രാക്റ്റീവ് ലീഫുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ അടിയിലത്തെ ഒരു ലീഫ് വരുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഒരു ലീഫ്. ഒരു സ്പെഷ്യൽ ടച്ചിങ്ങിന് തന്നെ ഒരു സ്പെഷ്യലാണ്. ഇതും വൈറ്റ് പൂ വിരിയുന്ന കടലാസ് റോസാണ്. ഇതും കടലാസ് റോസ തന്നെയാണ്. ഇവിടെ എല്ലാം ഏറ്റവും കൂടുതൽ ഇതൊരു പിങ്കാണ് കേട്ടോ, നല്ല കളറാണ് ഇത്. ഇങ്ങനെ കടലാസ് റോസകളോട് ഇഷ്ടമുള്ളവർ ഞങ്ങളുടെ വീഡിയോ എന്തായാലും. ഇതൊരു തുളസിയാണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു വാടാമുല്ല എന്ന് പറഞ്ഞൊരു പൂവാണ്, ക്യൂട്ടിയാണ്. ഇത് തെറ്റി സെക്ഷൻ വരുവാണെങ്കിൽ ഇത് ഒരു തരം പിങ്ക് റോസ് കളറൊക്കെ വരുന്ന ഈ ഒരു ചെടിയിലാണ്. ഇതിൽ വരുന്നത് റെഡ് നല്ല ഷൈനി ലീഫുകളായിട്ട് വരുന്നത്. ഇത് ഞങ്ങളുടെ ഗോൾഡൻ ആണ് വരുന്നത്. ഇത് ഞങ്ങളുടെ അതിനേക്കാൾ ഡാർക്ക് കളറാണ് ഇത്. പിന്നെ ഓർക്കിഡ് പോലത്തെ ഇങ്ങനെ വളർന്നു വരുന്ന പൂക്കൾ വരുന്ന ഒരു ചെടിയാണ്. ഇതൊരു പർപ്പിൾ പൂവുള്ളതാണ്, അതിൻ്റെ മുട്ടാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയൊരു സാധനം കാണിച്ചാൽ അതിനു മുമ്പ് നമുക്ക് ചെടികൾ കണ്ടു തീർക്കാം. ഇത് എല്ലാ കടലാസ് റോസുകളാണ് വരുന്നത്. അങ്ങ് ഒരു പൂ കാണണമോ, അങ്ങ് ഒരു വൈറ്റ് കളറ്. അത് ഞങ്ങൾക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഫുള്ള് മുള്ള. അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞു വെള്ളപ്പൂക്കൾ വരുന്നതാണ്. പിന്നെ വരുന്നത് ഇതാണ് ഞങ്ങളുടെ ഹ്യൂജ് ട്രീ. ഇത് വെട്ടിയതാദ്യം. ഇതിനൊരു പിന്നെ വരുന്നത് കുറേ ചെടികളിങ്ങനെ. ഇതൊരു മെയിൻ ചെടിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ചെടിയാണ്. ഈ ഒരു വെള്ള വരുന്നത് ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ ഇതാണ് ശരിക്കും ഇത് കണ്ടാൽ ഒരു വൈറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തന്നെ വേറൊരെണ്ണമുണ്ട്. ഇതിന് നമുക്ക് വൈറ്റ് ഇല്ല അകത്ത്. ഇത് നല്ല ഡാർക്കാണ് വരുന്നത്. ഇത് വൈറ്റ് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇവിടുത്തെയൊക്കെ ഒരു സംതിങ് ആയി കാണും. ഇനി നമുക്ക് ആ സൈഡിലോട്ടൊക്കെ പോകും. ഇതാണ് ഞങ്ങളുടെ സ്നേക്ക് പ്ലാന്റ് അല്ലെ പാമ്പ് ചെടി. ഇത് ഒരു ടൈപ്പ് ലൂസി ലീഫ് വരുന്ന ചെടി. ഇത് ഒരു പോലെ വരുന്ന ഓമച്ചെടി പോലെ വരുന്ന ഓമ പോലെ കിളിച്ച് വരുന്ന ചെടി. ഇതിൽ മുട്ട് പോലെ വന്നിട്ട് പൊട്ടുന്ന ചെടി. അത് നല്ല രസമാണ്. ഇതറിയാമല്ലോ, ഭാഗ്യച്ചെടി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം, ഞാൻ കാണിച്ചു തരാമേ. ഇതിൻ്റെ മുള്ളുള്ളതൊക്കെ ഉണ്ട് ഒത്തിരി. ഈ പൂ ഇതൊരു അങ്ങനത്തെ ഒരു ചെടി. പിന്നെ വരുന്നത് നമ്മുടെ ഇങ്ങനത്തെ എല്ലായിടത്തും വീട്ടിൽ കാണുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. പിന്നെ ഇതൊരു പർപ്പിൾ ചെടിയാണ്.
പിന്നെ അവിടെ ഒരുപാട് ചെടികൾ വരുന്നുണ്ട്. പിന്നെ ആ സൈഡിലോട്ട് നോക്കുമ്പോൾ കൃഷ്ണകിരീടം എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. ഇത് ഒരു പൈൻ ട്രീ ആണ്, പൈൻ ട്രീ പോലത്തെ ക്രിസ്മസ് ട്രീ പോലെ. ഇത് പിന്നെ വരുന്നത് വാഴ, കുളവാഴ സൈഫാണ്. ഇതാണ് നമ്മുടെ പിങ്ക് പൂക്കളുടെ കടലാസ് റോസ്. ഇത് വിരിയുന്ന സമയമാണ് പൊളി. നമ്മൾ അപ്പുറത്തെ സൈഡിലും ഇത് തന്നെ നട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതാണ് ഒരു ചെടിയാണ്, പക്ഷെ അതത്ര കിളിച്ചിട്ടില്ല, പൂവായിട്ടില്ല. ഇതൊരു റെഡ് ഫ്ലവറാണ്. ഇത് വലിയൊരു പൈൻ ട്രീ ആണ് ഗൈസ്. ഇവിടെ പാക്കി വരുന്നത് ഞാൻ കാണിച്ചു. പിന്നെ ഇത് ഞങ്ങളുടെ റെഡ് കളറാണ്. പിന്നെ അത് വൈറ്റിൻ്റെ ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇത് വന്നിരിക്കുന്നത്. ബാക്കി എന്ന് പറയുന്നത് ഇത് പിന്നെ നമ്മുടെ കോളാമ്പിപ്പൂ വരത്ത ഒരു പൂവാണ്. പിന്നെ ഇതൊരു വള്ളി പിടിക്കുന്ന ചെടിയാണ്. അതിൻ്റെ അകത്ത് പൂ വരും, പക്ഷെ ഇപ്പോൾ സീസണൊക്കെ കുറവാണ്. പിന്നെ അതേപോലെ പറഞ്ഞ ഒരു ചെടി വരുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു റോസ് ഫ്ലവറാണ്. ഇത് കുറ്റിത്തെറ്റി എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വലിയ മരമായി. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ ചെടിയായിട്ട് വെക്കത്തില്ലേ, അതായത്. പിന്നെ അതാണ് ഞങ്ങളുടെ ഒരു യെല്ലോ ഫ്ലവറാണ് ഞങ്ങളുടെ. ഇതാണ് ഞങ്ങളുടെ ഹ്യൂജ് പൈൻ ട്രീ. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്, അത് അത്ര ഇതായിട്ടില്ല, അത് കാരണം അതിനെക്കുറിച്ച് കാണിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് സ്നേക്ക് പ്ലാന്റിൻ്റെ കൂട്ടമാണ് കഴിച്ചത്. പിന്നെ ഇങ്ങനത്തെ ഒരു ചെടിയാണ്. എനിക്ക് ഈ ചെടികളുടെ ഒന്നും പേരൊത്തിരി അറിയില്ല കേട്ടോ, അതാണ് എന്നോട് പറയാത്ത. ഇത് നമ്മൾ കണ്ട ആ ചെടിയില്ല, ആ ചെടിയുടെ കുഞ്ഞു പൂ ഉണ്ടാകുന്നത്. പിന്നെ ഇത് വലിയ പിങ്ക് കളർ നാട്ടു കടലാസ് റോസ. ഇത് ഉണ്ടോ, ഇത് നാടുംപാട്ടും കാട്ടിലും ഒക്കെ ഉള്ളതാണ്. പക്ഷെ മെയിൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഈ റെഡ് കുട്ടന് ഇവിടുത്തെ സൈഡിലെ മെയിൻ. പിന്നെ ഒരു പോച്ച പോലത്തെയുണ്ട്. പിന്നെ ഇലച്ചെടികളുണ്ട്, ഇലച്ചെടികൾ ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ മുളക് ചെടിയുണ്ട് ഇവിടെ, ഈ ഒരു ചെടിയുണ്ട്. പിന്നെ റോസ് ചെടിയുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒത്തിരി ഉണ്ട് കേട്ടോ, ഹ്യൂജ് കണക്കിന് കിടക്കുക. ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ ചെടികൾ എന്ന് പറഞ്ഞത്. ഇനിയുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും പോകാനുള്ള ഇത് ഇരുട്ടാറായി, അത് കാരണമാണ്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ച് അവർ വീഡിയോ. വീണ്ടും കാണുക. കല്ലൂസ് ആൻഡ് കണ്ണാസ് ഫാമിലിയിൽ.